ശ്രീ ക്രിസ്ത്യൻ ദാസ്, മിസ് ദീപ്തി കെ ബി, ഇവരെ വിവാഹ ജീവിതത്തിൽ പ്രവേശിപ്പിക്കുന്ന വിവാഹ ഉടമ്പടി ശുശ്രൂഷയാണ് തുടർന്ന് ഇവിടെ നടക്കുന്നത്. ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഈ ഇടവകയിലെ പട്ടക്കാരനും ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലക്കാരനുമായിരിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് ഡോക്ടർ ഡി ഡേവിഡ് അച്ഛനാണ്. അച്ഛന് പ്രത്യേകിച്ച് ഇരു കുടുംബങ്ങളുടെയും പേരിൽ ഈ മകനീയമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയിലെ തന്നെ അസോസിയേറ്റ് അച്ഛനുണ്ട്, മറ്റ് പട്ടക്കാരുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതേനിൽ ആരംഭിച്ചതായ ആദ്യ വിവാഹം ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ യോജിച്ച് ഒരു പുതു കുടുംബം രൂപം കൊള്ളുവാൻ തക്കവണ്ണം അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കുടുംബമായി ജീവിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ കരുണകൾ അനുഭവിക്കുവാനും അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, ഇന്ന് വിവാഹിതരാകുവാൻ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെ അവിടുത്തെ കരങ്ങൾ വഹിച്ചു കൊള്ളണമേ. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും കാലാകാലങ്ങൾ നൽകണമേ. അവരിന്ന് അവിടുത്തെ സന്നിധിയിൽ ചെയ്യുന്ന എല്ലാ ഉഭയസമ്മത വ്യവസ്ഥകളും ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിച്ച് പരിപാവനമായ ഒരു ജീവിതം ചെയ്യുവാൻ അവരെ സഹായിക്കുമാറാകണമേ. ആക്കണമേ. സമസ്തവും അവിടുത്തെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നിൽക്കുമ്പോൾ തന്നെ ദ വോയിസ് ദാറ്റ് ബ്രീത്ത് ഓവർ ഏദൻ എന്നുള്ള ഒന്നാമത്തെ ഗീതം ഗായക സംഘത്തോട് ചേർന്ന് ആലപിക്കാം. ദാസ് എന്ന ഈ പുരുഷനെയും ദീപ്തി എന്ന ഈ സ്ത്രീയെയും വിവാഹത്തിൽ ഒന്നിച്ചു ചേർക്കുവാനായി നാം ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു. വിവാഹം ദൈവം നിയമിച്ച ഒരു ജീവിത അവസ്ഥയാണ്. ഇത് പരിപാവനമായി കരുതേണ്ടതാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ കാനായിൽ വെച്ച് തൻ്റെ സാന്നിധ്യത്താൽ വിവാഹത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ജീവിതാവസ്ഥയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത് കേൾപ്പിൻ. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു.
അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. ഏത് ഉദ്ദേശ്യങ്ങൾക്കായത് നിയമിക്കപ്പെട്ടോ എന്ന് ഗൗരവപൂർവം ചിന്തിച്ച് വിവേകത്തോടും പ്രാർത്ഥനയോടും അതിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഐശ്വര്യത്തിലും അനർത്ഥത്തിലും പരസ്പരം ഉണ്ടാകേണ്ട ആയുഷ്കാല കൂട്ടായ്മയ്ക്കും സഹായത്തിനും ആശ്വാസത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതി സഹജമായ വികാരങ്ങളും ആഗ്രഹങ്ങളും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് നേരായ മാർഗത്തിലൂടെ സാഫല്യം നേടേണ്ടതിനും ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്കായി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കുടുംബങ്ങളിൽ പൈതങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിനും ദാമ്പത്യത്തിൻ്റെ ശ്രേഷ്ഠത അംഗീകരിക്കപ്പെട്ട മനുഷ്യ സമൂഹം ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നിലനിൽക്കേണ്ടതിനുമായി വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിൻ്റെ വിശുദ്ധാവസ്ഥയിൽ ഒരുമിച്ച് ചേർക്കപ്പെടാനായി ഇവർ ഇവിടെ വന്നിരിക്കുന്നു. അതിനാൽ സഭയുടെ വ്യവസ്ഥകൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിനും അനുസരണമായി ഇവർ വിവാഹം ചെയ്തുകൂടാ എന്നതിന് തക്ക കാരണം കാണിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതിപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം. നിങ്ങൾ വിവാഹത്തിൽ ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ അതിപ്പോൾ പറയണമെന്ന് ദൈവം മുമ്പാകെ ഞാൻ നിങ്ങൾ ഇരുവരോടും നിഷ്കർഷയായി കൽപ്പിക്കുന്നു. നമുക്ക് തലകളവണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയും ഉള്ള പിതാവേ, അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഉചിതമായി ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. അങ്ങയുടെ ദിവ്യ വിചാരണയിൽ ഈ ദാസരെ അങ്ങ് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. ഇവർ ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങയുടെ ദൃഷ്ടിയിൽ എന്ന പോലെ പ്രവേശിപ്പാനും തങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞകൾ സത്യമായി പാലിക്കുവാനും അങ്ങയുടെ കൃപ കൊണ്ട് ഇവരെ സമ്പന്നരാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, നിന്നടി കാനാവിൽ വാണം പന്തൽ പണ്ടലങ്കരിച്ചു അന്നു രസവീഞ്ഞുണ്ടാക്കി എന്ന പോലിന്നേരം വന്നു ഇന്നി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ. ആദിമുതൽ കൺപുതരിച്ച നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ച നീതിവരം നാലുമുരച്ച പെറ്റു പെരുകി മണ്ണിടം വാഴുന്നരുൾ വച്ച ആദമാദികൾക്കുമാനും വാദമേകിയൊരു ദേവം നീതി പരിപാലിച്ചേശു നാഥനെന്നു മാനിച്ചപ്പോൾ ഇന്നി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ. സത്യസഭയ്ക്കനുകൂലനേ സുന്ദരി സഭ
ക്രിസ്ത്യൻ ദാസ്, ദീപ്തി എന്ന ഈ സ്ത്രീയെ നീ നിൻ്റെ ഭാര്യയായി കൈക്കൊണ്ട് അവളോട് മാത്രം ചേർന്നിരിക്കുമോ? ഞാൻ ചെയ്യും. ദീപ്തി, ക്രിസ്ത്യൻ ദാസ് എന്ന ഈ പുരുഷനെ നീ നിൻ്റെ ഭർത്താവായി കൈക്കൊണ്ട് അവനോട് മാത്രം ചേർന്നിരിക്കുമോ? ഈ പുരുഷന് വിവാഹം ചെയ്യുവാൻ സ്ത്രീയെ ഏൽപ്പിക്കുന്ന പിതാവ് മുന്നോട്ട് വന്ന് കരം പിടിച്ച് ഏൽപ്പിക്കണം. സ്നേഹത്താൽ കാത്തു രക്ഷിക്കാം. ഇവരാൽ മഹത്വമെന്നും നിനക്കുണ്ടാകട്ടെ. ആമേൻ. പ്രതിജ്ഞ പറയണം. പിടിച്ചോളൂ. ശ്രദ്ധിച്ച് നിൽക്കണം. കൃഷ്ണദാസ് ആകുന്ന ഞാൻ, ദീപ്തിയാകുന്ന നിങ്ങളെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും അനുസരിപ്പാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദീപ്തിയാകുന്ന ഞാൻ, ക്രിസ്ത്യൻ ദാസ് ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും അനുസരിപ്പാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ സാക്ഷികളും ആകുന്നു. മഹാകരുണയുള്ള കർത്താവേ, സർവശക്തനായ ദൈവമേ, തിരുമഹത്വം ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് നൽകിയിരിക്കാൻ സ്തോത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സമ്മതം അറിയിക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കി. ദാമ്പത്യ ജീവിതം അനുഭവിപ്പാൻ ചിന്തിച്ച് തീരുമാനിച്ച് അവിടുത്തെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ മകൻ മകൾക്ക് നൽകുന്ന ഈ താലിയെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇത് നൽകുമ്പോൾ, മകളിത് ധരിക്കുമ്പോൾ വിശ്വസ്ത ജീവിതത്തിൻ്റെ മഹത്വം സാക്ഷിക്കപ്പെടുവാൻ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മുഖാന്തരം താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.
ഉടമ്പടി പറയേണ്ടതാണ്. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും അടയാളമായ ഈ താലി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും അടയാളമായ ഈ താലി ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. രണ്ടുപേരും ചേർന്ന് പറയണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആദരണീയരായ വൈദികരെ, പ്രിയമുള്ള സഭാവിശ്വാസികളെ, ക്രിസ്ത്യൻ ദാസും ദീപ്തിയും തമ്മിൽ ദൈവത്തിൻ്റെ സന്നിധിയിലും ഈ സഭായോഗത്തിൻ്റെ മുൻപാകെയും പരസ്പരം ഉടമ്പടി ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ചും ഇവരിപ്പോൾ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നു എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. സഭയ്ക്കിരിക്കാം. നിങ്ങൾ മുട്ടിന്മേൽ നിൽക്കണം. വിവാഹ നിശ്ചയം ഇരു കുടുംബങ്ങളും സമ്മതിച്ചത് മുതൽ അനേകം ദൈവമക്കൾ പ്രാർത്ഥിച്ചു. കുടുംബാംഗങ്ങൾ വിവാഹത്തിനായി വേണ്ട സന്നാഹങ്ങളൊക്കെ ഒരുക്കി. ഇത്രത്തോളം ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ, വെളിച്ചങ്ങളായി പ്രകാശിപ്പാൻ ശക്തി പകരേണ്ടതിന് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. പ്രാർത്ഥനയ്ക്കായി നമ്മെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ഓ പെർഫെക്റ്റ് ലവ് എന്നുള്ള പാട്ട് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാം.